വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആലപ്പുഴയിലെ ഹോമിയോ മരുന്ന് നിർമ്മാണശാലയിലെ ജീവനക്കാർ സമരത്തിൽ മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾ മൂലം സംസ്ഥാനത്തെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാണശാല തകർച്ചയിലേക്കെന്ന് തൊഴിലാളികൾ. CITUവിന്റെ നേതൃത്വത്തിൽ ഹോംകോ എംപ്ലോയീസ് യൂണിയനാണ് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് വകുപ്പിന് കീഴിലാണ് ഹോംകോയുടെ പ്രവർത്തനം. മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം കയറ്റുമതിയിലൂടെ കോടികളുടെ വരുമാനം ഖജനാവിന് നൽകാനുള്ള ശേഷിയുമുണ്ട്. എന്നിട്ടും കൃത്യമായ വളർച്ച സ്ഥാപനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം. ഇതിനിടയിലാണ് തൊഴിലാളികളുടെ സമരവും. 10, 15, 16 വർഷമൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ സ്ഥിരപ്പെടാതെ നിൽക്കുന്നുണ്ട്. സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. രണ്ടാമതായി ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റിംഗ് സമയത്ത് മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റിൽ കൺസോളിഡേറ്റഡ് പേ എന്ന് കാണിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്ത് 7 വർഷക്കാലം കൺസോളിഡേറ്റഡ് പേ വാങ്ങിച്ചിരിക്കുന്നവരെ ഒരു സുപ്രഭാതത്തിൽ ഡെയിലി വേസ് ആക്കി അവരെ തിരിച്ച് കൺസോളിഡേറ്റഡ് പേയിലേക്ക് ആക്കണം എന്നുള്ളതാണ് അടുത്ത ഡിമാൻഡ്. മൂന്നാമത്തെ ഡിമാൻഡായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ തൊഴിലാളികൾക്കും ഫാമിലി ഇൻഷുറൻസ് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാൻ കഴിയുന്ന പദ്ധതി നടപ്പിലാക്കണം. ഹോംകോയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ പണിമുടക്കാണിത്. 2015 തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ രാപ്പകൽ പണിമുടക്കി സമരം സംഘടിപ്പിച്ചത്. പിന്നെ ഈ ഡിമാൻഡ് നോട്ടീസ് ഞങ്ങൾ കൊടുത്തിട്ടും ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സമരമായിട്ട് ഇവിടെ ഞങ്ങൾ വരാനുള്ള കാരണം. ഈ സമരത്തിൻ്റെ ഒരു തീരുമാനമാകാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറത്തില്ല. 43 തൊഴിലാളികളിൽ 28 പേരെ മാത്രമാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. 20 വർഷത്തിലധികമായി സ്ഥിരപ്പെടാതെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഭൂരിഭാഗവും. ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്ത ജോലികൾ ചെയ്യാതെ തൊഴിലാളികളുടെ മേലും സർക്കാരിൻ്റെ മേലും അടച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത്. ആ സമീപനം ശരിയല്ല. അടിയന്തരമായി ആ വിഷയത്തിൽ ഈ മാനേജ്മെൻറ്റ് ഇടപെടണമെന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഒരു പോയിന്റ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2 ആഴ്ച മുൻപാണ് സ്പിരിറ്റ് പെർമിറ്റ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് മരുന്നുൽപാദനം ദിവസങ്ങളോളം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓർഡറുകൾ കൃത്യസമയത്ത് നൽകാൻ സാധിക്കാത്തതിന്റെ പിന്നിലും മാനേജ്മെന്റിന്റെ പിടിപ്പുകേടുള്ളതായി തൊഴിലാളികൾ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്ഘാടനം നിർവഹിച്ച കലവൂരിലെ കെട്ടിടത്തിൽ ഇതുവരെയും പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. പുതിയ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 100 കോടിയിലധികം വിറ്റുവരവ് പ്രതീക്ഷിച്ചിടത്താണ് ഒരു തുള്ളി മരുന്ന് പോലും നിർമ്മിക്കാതെ കിടക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.